من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് നൽകി പടച്ച റബ്ബ് നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഖുർആനിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ച് QHLS നമ്മൾ കടന്നു വന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് പരീക്ഷ നടത്തി വിജയികളെ തെരഞ്ഞെടുത്ത് സമ്മാനം നൽകി ഖുർആൻ പഠനത്തിന് വേണ്ടി അരിപ്ര യൂണിറ്റ് പ്രോത്സാഹനം നടത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം, സന്മനസ്സുള്ളവർക്ക് മുഴുവൻ അല്ലാഹു തക്കമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രല്ല 40 ചില്ലാനം ആളുകൾക്ക് ഒരേ മാർക്കാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളത് പിന്നെ അത് ഒരു നടക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഒരാൾക്ക് കൊടുക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് 4 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും സമ്മാനം കിട്ടിയവർക്കും കിട്ടാത്തവർക്കും നമ്മുടെയൊക്കെ മനസ്സ് സമ്മാനമല്ല. അള്ളാഹുവിന്റെ കലാം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഴുവൻ ആളുകളുടെയും ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് അതനുസരിച്ചുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ സൂചിപ്പിച്ചു, നമ്മളിപ്പോൾ തഫ്സീർ പഠിച്ച് സൂറത്തുൽ ഹജ്ജിന്റെ വിശദീകരണം പഠിച്ചിട്ട് പരീക്ഷ എഴുതി.
ഇനി സൂറത്തുൽ ഹജ്ജിന്റെ നമ്മൾ പഠിച്ച ആയത്തുകൾ ഒരു ഹിഫ്ദ് മത്സരമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിവരങ്ങളും രൂപങ്ങളും ഒക്കെ നിങ്ങളെ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കും. അപ്പൊ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ എഴുതി. ആ ഗ്രന്ഥത്തിന്റെ പേര് അദ്ദുറൂസുൽ മുഹിമ്മത്തുൽ ആമ്മത്തിൽ ഉമ്മ എന്നാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ പേര്. പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു കിതാബ്. അദ്ദേഹം സൗദിയിലെ മഹാപണ്ഡിതനായിരുന്നു. മദീന യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രധാനപ്പെട്ട അധ്യാപകനായിരുന്നു. അദ്ദേഹം എഴുതിയ ഈ കിതാബിന് ഇന്ന് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ ബദർ എന്ന പണ്ഡിതൻ എന്ത് ചെയ്തു? തഫ്സീർ എഴുതി, ഒരു ശറഹ് കൊടുത്തു. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എഴുതിയ ബുക്ക് ഏകദേശം ഒരു 10-12 ആ ഒരു 10-15 പേജ് ഉണ്ടാവുള്ള ആ കിതാബ്. അതിന് വളരെ വിശദമായ വിശദീകരണം. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ നാസ് വരെ ഉള്ള തഫ്സീറാണ്. ബാക്കി പൊതുജനങ്ങൾ സാധാരണക്കാര് മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ എന്തുകൊണ്ട് നമ്മൾ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളൊക്കെ വായിച്ചു തരണം, എന്നാലേ നടക്കുള്ളൂ. കാരണം അറബിയിലാണ്. ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി തന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഇതില് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ പഠിക്കേണ്ട രീതിയെ കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഖുർആനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, ഖുർആൻ പഠിക്കേണ്ട രൂപം എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആൻ പഠനം അത് 4 രൂപത്തിലാണ് വിശദീകരിച്ചത്. ഒന്ന്, ഒരു ഇമാമിൽ നിന്ന്, ഒരു ഹാഫിലിൽ നിന്ന് ആ ഖുർആൻ നമ്മൾ നന്നായിട്ട് കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ഖുർആൻ നമ്മൾ കേൾക്കണം, നന്നായിട്ട് കേൾക്കണം. അതാണ് ഒന്നാമത്തെ ഘട്ടം. തൽഖീൻ എന്നാണ് പറയാ, വായിച്ച് കേൾപ്പിക്കുക. തൽഖീൻ അൽ ഖുത്വത്തുൽ ഊല തൽഖീൻ. നമ്മള് തൽഖീൻ ചൊല്ലുന്നൊരു ബിദഅത്ത് ഉണ്ടല്ലേ, തൽഖീൻ ചൊല്ലിക്കൊടുക്കുക ബിദഅത്താണ്. നമ്മുടെ നാട്ടില് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മരിച്ചു കഴിഞ്ഞാല് ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമാണ്. മൻ റബ്ബുക, നിന്റെ റബ്ബാര്. ഖബറിൽ ചെറിയ വിചാരണ ഉണ്ടല്ലോ, വലിയ വിചാരണയാണ്. ആ വിചാരണക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഉത്തരം പറഞ്ഞു കൊടുക്കുക. നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് പറയണം. ഒരാള് ഖബറിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാ? ചൊല്ലിക്കൊടുക്കുക. അതിനാണ് തൽഖീൻ. നമ്മൾ കേട്ടിട്ടുണ്ട്. വിദഅത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ നിന്നൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ തൽഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിച്ച് കേൾപ്പിക്കലാണ്. അപ്പൊ നമ്മൾ നല്ല ഖിറാഅത്തുകൾ, സൂറത്ത് ഹജ്ജ് ഖുർആനിൽ നമ്മൾ മൊബൈൽ ഫോണിലോ മറ്റുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുക? നല്ല കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് അവരുടെ ഖിറാഅത്ത് നമ്മൾ നന്നായിട്ട് കേട്ട് എന്ത് ചെയ്യുക? നമ്മൾ അതിന്റെ തജ്വീദ് നിയമങ്ങളും അതിന്റെ വായനാ രീതികളും ഒക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം, ആ കേട്ടത് എന്ത് ചെയ്യുക? നമ്മൾ ഇമാമിന് അല്ലെങ്കിൽ ഒരു ഹാഫിദിന് നമ്മൾ കേട്ടത് നോക്കി ഓതി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. വയഖൂമുൽ ഇമാമു അവൽ മുഖ്രി അവൽ മുഹഫ്ഫിദു ബിതസ്ഹീഹ് ഖിറാഅതിഹി. എന്നിട്ട് ഈ കേൾക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഈ ഹാഫിദ് എന്ത് ചെയ്യണം? ഈ സാധാരണക്കാരൻ നോക്കി ഓതിത്തരുന്ന ആ ഖിറാഅത്തിലെ തെറ്റുകൾ തിരുത്തണം. സൂറത്തുൽ ഫാത്തിഹ വരെ ഓതാൻ പറഞ്ഞാൽ നമ്മളിൽ തെറ്റുകളുണ്ട്, ഇഷ്ടം പോലെ തെറ്റുകൾ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 8-ാം തീയതി ജാമിയയിൽ യൗമുൽ ഹിമ്മ എന്നൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ തഹ്ഫീദുൽ ഖുർആനും അറബി കോളേജൊക്കെ 2-ാം ശനിക്കാണ്. യൗമുൽ ഹിമ്മ ഒരു പ്രോഗ്രാം, ഖുർആനിന്റെ ഒരു വിരുന്ന്. ഖുർആൻ എങ്ങനെ ഓതണം, നമ്മളിൽ സാധാരണ സംഭവിക്കുന്ന തെറ്റുകൾ. നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ എന്താ പറയാ? അഊദു എന്ന് പറയാ. അഊദു ബില്ലാഹി, അല്ലേ?
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു എന്നാണോ? അല്ല, അഊദു എന്നാണ്. ദാലും വ്യത്യാസമുണ്ട്. ദാലും വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ പിന്നെ അതിന്റെ അർത്ഥങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതാണ് നമ്മളൊരു ഹാഫിളിൽ നിന്ന് ആദ്യം കേട്ട് പിന്നെ ആ ഹാഫിളിനെ നമ്മൾ ഓതിക്കൊടുത്ത് ആ ഹാഫിള് നമുക്ക് എന്ത് ചെയ്യും? അത് തിരിച്ചു തരും നമ്മുടെ ഓത്തുകൾ. അപ്പൊ ഈ ഒരു പ്രോഗ്രാം, ജാമ്യയിൽ നടക്കുന്ന പ്രോഗ്രാം നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം. ആർക്കും പങ്കെടുക്കാം. സാധാരണക്കാർക്ക് വേണ്ടിയാണ്. രാവിലെ 9 മണി മുതൽ പിന്നെ വൈകുന്നേരം വരെ ഖുർആന്റെ തഫ്സീർ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും ഉത്തരം നൽകുന്ന രൂപത്തിൽ തജ്വീദ് പഠനങ്ങൾ ഓരോ ഹലക്കായിട്ട് പള്ളിയിലും സ്ഥാപനങ്ങളിലൊക്കെയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഗ്രഹിക്കുന്നവർക്ക് അവിടെ വരാം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ ആ വായന നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ, എന്തിനാണ് ഈ തിരുത്തൽ? ഖിറാഅത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ഈ തിരുത്തൽ നടത്തുന്നത്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എന്നുള്ളത് മൂന്നാമത്തെ ഘട്ടമാണ് ഹിഫ്ള് എന്നുള്ളത്. നമ്മളെ മനപ്പാഠമാക്കുക. നമ്മൾ തിരുത്തി മനസ്സിലാക്കിയ പാഠം നമ്മൾ നന്നായിട്ട് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. കാണാപ്പാഠം പഠിച്ചാൽ അതിനുശേഷം നാലാമത്തെ ഘട്ടമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഹിഫ്ളിന് ശേഷം എന്ത് വരും? എന്ത് ചെയ്യാണ്? പിന്നെ അതിന്റെ ശറഹ്, വിശദീകരണങ്ങൾ, ആയത്തുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 4 ഘട്ടമുണ്ട് ഖുർആൻ പഠനത്തിന്. ഇതിലൊരു ഘട്ടം മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. ഏത് ഘട്ടം? തഫ്സീർ, വിശദീകരണം. അത് മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. തഫ്സീർ എന്നുള്ളത് ഖുർആൻ പഠനത്തിന്റെ അവസാനത്തെ ഭാഗമാണ്. ഒന്ന്, നമ്മൾ ഒരു ഹാഫിളിൽ നിന്ന് നന്നായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. 2, ആ ഹാഫിള് നമ്മൾ നോക്കി ഓതി കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിലെ തെറ്റുകൾ തിരുത്തിയതിനു ശേഷം, ഒരു തെറ്റ് നമ്മൾ പഠിച്ചാൽ പിന്നെ അത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതെന്ത് ചെയ്യില്ല, നമുക്ക് തിരുത്താൻ കഴിയില്ല. അതിന്റെ മുറാജയിൽ അതെന്ത് ചെയ്യും? റിപ്പീറ്റ് ഓതുന്നില്ല നമ്മള്. അതിന്റെ മുറാജയിൽ ആ തെറ്റ് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മനഃപ്പാഠമാക്കുമ്പോൾ ഒരു തെറ്റ് പഠിച്ചാൽ റിപ്പീറ്റിംഗിൽ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് തിരുത്താൻ കുറച്ച് പ്രയാസ. തെറ്റ് തിരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മള് സൂറത്തുകൾ, ആയത്തുകൾ മനഃപ്പാടാക്കാൻ പാടും. അത് കഴിഞ്ഞാൽ 4ാമത്തെ ഘട്ടമാണ് തഫ്സീർ, വിശദീകരണം പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ഘട്ടങ്ങളും ഭംഗിയായി നടത്തിക്കൊണ്ട് വരികയാണ്. ഹിഫ്ളിന് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിന്റെ വിവരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആനിന്റെ പിന്നെ ആയത്തുകൾ, ഖുർആനിന്റെ ആയത്തുകൾ, അധ്യായങ്ങൾ ഹൃദയത്തിലില്ലാത്തവൻ അവന്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ്. ആൾപ്പാർപ്പില്ലാത്ത വീട് അല്ലെ, നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങോട്ട് പോകാനും നമുക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല. ആകെ പൊടിവൊക്കെ പിടിച്ച് പിന്നെ ആകെ പുല്ലും പറമ്പും ഒക്കെ ആകെ മോശമായി. വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാനും പറ്റില്ല, ആരും ഇഷ്ടപ്പെടില്ല. ഇതുപോലെയാണ് ഖുർആൻ ഹൃദയത്തിൽ ഇല്ലാത്തവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കണം, മനഃപ്പാഠമാക്കണം. അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് വളരെയധികം താല്പര്യം കൊടുക്കണം. ഇപ്പോ സമ്മാനങ്ങൾ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സ്ത്രീകളാണ്. പിന്നെ അപ്പോ പുരുഷന്മാര് അത്ര അധികം കണ്ട് ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല, പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിച്ചാൽ, എപ്പോഴെങ്കിലൊക്കെ ഇമാമൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യണം? ഇടയ്ക്ക് നിങ്ങളൊക്കെ പ്രസംഗമൊക്കെ പഠിക്കണം, ഖുർആനൊക്കെ പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇമാം ഇല്ലാത്തപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾ ഇമാം നിൽക്കണം. അതുപോലെ തന്നെ പിന്നെ പെട്ടെന്നൊരു ഖത്തീബിന് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു, വഴിയിലെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അല്ലെ. അവിടെ ആരില്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം. നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ എല്ലാവർക്കും പരിശ്രമിച്ചാൽ ഇതൊക്കെ നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മള് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ 8, 9 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8ാമത്തെ ആയത്ത് കുറച്ച് വിശദീകരിച്ച് ഞാൻ ഓതി തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. ജീവിതത്തിൽ വളരെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ആയത്തുകളും പഠിക്കേണ്ടത് തന്നെയാണ്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം സൃഷ്ടിച്ചു. ആദിമ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അതേ സാഹചര്യത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മുഖ്യ ശത്രുവെ തീരുമാനിക്കുകയും ഏറ്റവും വലിയ ആലിമാണ്, ഏറ്റവും വലുതെന്ന് പറയുന്നില്ല, വലിയ ആലിമാണ് ശൈത്താൻ. മലക്കുകളുടെ കൂടെ നടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താൻ ലോകാവസാനം വരെ ജീവിക്കുവാനുള്ള ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിക്കൊടുത്ത് ഇഖ്ലാസ് ഇല്ലാത്തവരെ മുഴുവൻ പിഴപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുവാദവും കൊടുത്ത് ശൈത്താൻ തന്റെ കൂട്ടാളികളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, അല്ലാഹ് ഇഖ്ലാസ് ഇല്ലാത്തവന്റെ മുന്നിലൂടെ പിന്നിലൂടെ വലത് ഭാഗത്തിലൂടെ ഇടത് ഭാഗത്തിലൂടെ അവന്റെ മുഴുവൻ ഭാഗങ്ങളിലൂടെയും ഞാൻ വന്ന് അവന് ഞാൻ പിളവിലേക്ക് കൊണ്ടുപോകും. ഏതൊരു റഹ്മത്തിൽ നിന്ന് ഞാൻ എന്നെ നീ ആട്ടിപ്പുറത്താക്കിയോ അതിന് കാരണക്കാരനായ മനുഷ്യനെ ഞാൻ ആ റഹ്മത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തും. അതിനുവേണ്ടിയുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശൈത്താൻ തന്റെ കൂട്ടാളികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൻ ശൈത്താനിൻ മരീദ്. മൂന്നാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, ധിക്കാരികളായ ശൈത്താന്മാർ. ഈ കൂട്ടാളികൾ മിനൽ ജിന്നത്തി വന്നാസ്, ജിന്ന് വർഗത്തിൽപ്പെട്ടവരുണ്ട്, മനുഷ്യവർഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഇരുവിഭാഗത്തിൽ നിന്നും കൂട്ടാളികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, തന്റെ അനുയായികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ ഇബ്ലീസ് മനുഷ്യരെ പഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യന്റെ കൂടെയും ഈ ശൈത്താനുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈബിയായ വിശ്വാസമാണ്. ലോകത്തെ ഏത് ഉപകരണം കൊണ്ടുവന്നാലും അതിനെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പുറത്തു പോയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്പം ദേഷ്യം വന്നു. തിരിച്ചു വന്നപ്പോൾ ആ ദേഷ്യം മുഖത്ത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പോയപ്പോൾ നിന്റെ കരീൻ നിന്റെ അടുക്കൽ വന്നു. എന്റെ കരീനോ? അതെ, എല്ലാ മനുഷ്യരുടെ കൂടെയും ഒരു കരീനുണ്ട്. അവരെ വലാലത്തിലേക്ക് നയിക്കാൻ, കുഫറിലേക്ക് നയിക്കാൻ, ബിദ്അത്തിലേക്ക് നയിക്കാൻ, ഹറാമിലേക്ക് വിളിക്കാൻ. ആ കരീന് താങ്കളുടെ കൂടെയുമുണ്ടോ? ഉണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ എന്നെ അനുഗ്രഹിച്ചു. എന്റെ കൂടെയുള്ള ഖരീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശൈത്താനിന്റെ കൂട്ടാളികളാണ്. ഈ കൂട്ടാളികൾ മനുഷ്യരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജിന്ന് വർഗത്തിൽ മാത്രമല്ല, നമ്മളെ പിഴപ്പിക്കുന്ന ശൈത്താനിന്റെ കൂട്ടാളികൾ മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ പല അധ്യായങ്ങളിലൂടെയും ആയത്തുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ചത്? ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇണയെയും സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച് അവിടുന്ന് ദുനിയാവിൽ അവർ ജീവിച്ച് ദാമ്പത്തിക ജീവിതം അനുഷ്ഠിച്ച് അവരിൽ നിന്ന് മക്കളുണ്ടായി കോടിക്കണക്കിന് മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് കൊണ്ടുവന്നു. നമ്മൾ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു. ഇതിന്റെ വിശദീകരണം, വിശാലമായ വിശദീകരണം സൂറത്ത് ഹജ്ജിന്റെ ആരംഭത്തിൽ നമ്മൾ പഠിച്ചത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ രൂപം. എന്തിനാണ് ഈ സൃഷ്ടി? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയുവഹിദൂൻ. അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു മനുഷ്യനെയും ജിന്നുകളെയും പടച്ചത്. ആ ആരാധനയുടെ വിഷയത്തിൽ അല്ലാഹു മാത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ ഒന്നിനെയും വെക്കാൻ പാടില്ല. ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒന്നുമില്ല അല്ലാഹുവിന്റെ കൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയേ, നീ അല്ലാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക. അല്ലാഹു അഹദാണ്, പറഞ്ഞു കൊടുക്കണം. അല്ലാഹു ഏകനാണ്, ഒരുവനാണ്. രണ്ട് ഇലാഹുമാരില്ല, രണ്ട് ആരാധ്യന്മാരില്ല, രണ്ട് ഖാലിഖുകളില്ല, രണ്ട് മാലിക്കുകളില്ല, രണ്ട് മുദബ്ബിറുകളില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, രണ്ട് ഖാലിഖ് ഉണ്ടെങ്കിൽ ആലോചിക്കുക, രണ്ട് മുദബ്ബിർ ഉണ്ടെങ്കിൽ ആലോചിക്കുക, ലോകത്തിന് നിലനിൽപ്പുണ്ടാവൂല. ഒരു ഖാലിഖ്, ഒരു റബ്ബ് വിചാരിക്കാണ് ഇപ്പോൾ രാത്രിയാകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ഖാലിഖ് തീരുമാനിക്കുന്നു ഇപ്പൊ രാത്രി വേണ്ട, ഇപ്പൊ പകൽ മതി എന്ന് തീരുമാനിക്കുന്നു. ഇപ്പൊ സൂര്യൻ പോകട്ടെ, ഇപ്പൊ ചന്ദ്രൻ വരട്ടെ എന്ന് ഒരാൾ തീരുമാനിക്കുമ്പോൾ മറ്റേ റബ്ബ് വിചാരിക്കുന്നു ഇപ്പൊ ചന്ദ്രൻ വേണ്ട, ഇപ്പൊ സൂര്യൻ മതി. ഒരു റബ്ബ് വിചാരിക്കാണ് ഇപ്പൊ മഴ പെയ്യട്ടെ എന്ന് ഒരു റബ്ബ് വിചാരിക്കുമ്പോൾ അടുത്ത റബ്ബ് പറയുന്നു ഇപ്പൊ മഴ വേണ്ട, ഇപ്പൊ നമുക്ക് മഴയില്ലാത്ത സാഹചര്യം മതിയെന്ന് അടുത്ത റബ്ബ് വിചാരിച്ചാൽ നമ്മൾ ആലോചിക്കുക ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് സുഖകരമായ രീതിയിൽ ഈ ലോകം പോകാനുള്ള കാരണം റബ്ബ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഹുവല്ലാഹു അഹദ്. മുദബ്ബിർ അല്ലാഹുവിന് പുറമേയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സുന്നികൾ എന്നറിയപ്പെടുന്നവർ, സമസ്തക്കാരെന്ന് വിളിക്കപ്പെടുന്നവർ, ഞാൻ തുറന്നു പറയാണ് കാര്യങ്ങൾ, കാരണം ഇത് നമ്മുടെ വിശ്വാസവും ആദർശവും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ശൈഖ് മടവൂരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വാസം വെച്ച് പുലർത്തുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കോഴിക്കോട് ജീവിച്ച് മരിച്ചുപോയ നമ്മളെപ്പോലെയുള്ളൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് മുദബ്ബിർ, ഈ ലോകത്തിന്റെ മുദബ്ബിർ എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, ഇത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, കൊടിയ ശിർക്കാണ്, കൊടിയ കുഫറാണ്. എല്ലാ ശിർക്കും കുഫറാണ്, എല്ലാ ശിർക്കും കുഫറാണ്, യാതൊരു സംശയമില്ല. എല്ലാ ശിർക്കും കുഫറാണ്. ശിർക്ക് ചെയ്തവൻ കാഫിറാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു അല്ലെ. നമ്മൾ ശുഹദാക്കളെ കുറിച്ച് വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പഠിപ്പിച്ച ആയത്ത് തന്നെ എടുത്തു. ഒരിക്കലും ശുഹദാക്കളായ ആളുകൾ അവർ മരിച്ചവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്ത്. ആ ആയത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. അവർ സ്വർഗീയ ലോകം ചുറ്റി കാണിച്ചു കൊടുത്തവരാണ്. സ്വർഗീയ പക്ഷികൾ അവരുടെ റൂഹിനെ ബർസഖിയായ ലോകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് സ്വർഗം ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുത്തു.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് അവരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടോ, എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടോ എന്ന് 2-3 തവണ അവരോട് ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ സ്വർഗം കാണിക്കപ്പെട്ടവരാണ്, സ്വർഗം കാണിക്കപ്പെട്ടു എന്ന് മാത്രമല്ല സ്വർഗീയ പക്ഷികൾ ഞങ്ങളെ കൊത്തിക്കൊണ്ടുപോയിട്ട് സ്വർഗം മുഴുവൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലാഹ്, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെ എന്താണുള്ളത്? 4-മതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, എന്നാലും നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോ 4-മത്തെ ആഗ്രഹം എന്താ? ഞങ്ങൾക്കൊന്ന് ദുനിയാവിലേക്ക് പോകണം അല്ലാഹ്. എന്തിനാ ദുനിയാവിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നത്? ഉമ്മയെ കാണാനല്ല, വാപ്പയെ കാണാനല്ല, സമ്പാദിക്കാനല്ല, എണിയെ കാണാനല്ല, മക്കളെ കാണാനല്ല. ഞങ്ങൾക്ക് ഒന്നും കൂടെ ഇതുപോലെ യുദ്ധം ചെയ്തിട്ട് ഒന്നും കൂടെ ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ബർസഖിയായ ലോകത്തിലേക്ക് പ്രവേശിക്കണമല്ല, എന്നിട്ട് ഒന്നും കൂടെ ഞങ്ങളെ റൂഹിലെ സ്വർഗീയ പക്ഷികൾ കൊണ്ടുപോയിട്ട് ആ സ്വർഗീയ പക്ഷികൾ ഞങ്ങളെ ചുറ്റിക്കറക്കി ഞങ്ങളൊന്ന് സ്വർഗം ഒന്നും കൂടെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലാഹ്, അതിനെ ഞങ്ങൾ ദുനിയാവിലേക്ക് മടക്കണേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അത് പറ്റൂല, അത് നടക്കാത്ത കാര്യം, അത് നടക്കൂല. മരിച്ചാൽ പിന്നെ നമ്മൾ ബർസഖിയായ ലോകത്താ ഉള്ളത്, പിന്നെ നമ്മൾ തിരിച്ചു വരില്ല ദുനിയാവിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5-മതും വീണ്ടും ചോദിക്കുകയാണ്, ഇനി വല്ല ആഗ്രഹവും നിങ്ങൾക്കുണ്ടോ, ഇനി വല്ല ആഗ്രഹവും നിങ്ങൾക്കുണ്ടോ എന്ന് 5-മതും ചോദിക്കുമ്പോഴാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ, അവരുടെ ആഗ്രഹമാണ് അല്ലാഹ്, ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്, ദുനിയാവിൽ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, അവർക്ക് നീ അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഈ കിട്ടിയ സൗഭാഗ്യം, ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം നീ അറിയിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് ആ ശുഹദാക്കൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ പിന്നെ അറിയിക്കാനുള്ള മാർഗം എന്താ? ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരോട് അറിയിക്കാനുള്ള മാർഗം എന്താ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, വഫാത്തായിട്ടില്ല, മരണപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഒരിക്കലും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചവരാണ് എന്ന് വിചാരിക്കരുത്. യുദ്ധം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം, ആ ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചവരാണ് എന്ന് പറയരുത്. മറിച്ചവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിപ്പുള്ളവരാണ്, അല്ലാഹുവിന്റെ അടുക്കൽ അവർ സുഖലോലപതയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി ഈ സന്തോഷ വാർത്ത ലോകത്ത് അറിയിച്ചു. ഇതിൽ നമുക്ക് പാഠം കിട്ടിയത് എന്താ? എന്തെങ്കിലും നമുക്ക് പാഠം കിട്ടിയത്? ശുഹദാക്കൾ, നമുക്കറിയാം ഹിദായത്ത് കിട്ടിയവരുടെ ആ പട്ടികയുണ്ടല്ലോ, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ശുഹദാക്കൾ ആ പട്ടികയിൽപ്പെട്ടവരാണ്, ഹിദായത്ത് ലഭിച്ചവരാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരാണ്, ഷഹീദായ ആളുകളാണ്. ആ ശുഹദാക്കൾക്ക് പോലും ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർക്ക് ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ വിചാരിച്ച കാര്യം ദുനിയാവിലേക്ക് അറിയിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ വഹീന്റെ ആവശ്യം വേണ്ടി വന്നു. അവർക്ക് ആഗ്രഹമുള്ളൊരു കാര്യം അവർക്ക് ദുനിയാവിൽ തന്റെ ആളുകളെ കുടുംബത്തെ അറിയിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ വഹീന്റെ ആവശ്യം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും. മരണപ്പെട്ടുപോയ ആളുകൾ, അവരോട് നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല, അവരോട് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. 2 പ്രശ്നമാണുള്ളത്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയുമോ? ലാ യസ്മഊ ദുആഅകും. നിന്റെ വിളി മരിച്ചുപോയവർ കേൾക്കുകയില്ല. മരണപ്പെട്ടു പോയവർ, ബർസഖിയായ ലോകത്തിലേക്ക് പോയവർ, കബറിൽ പോയിട്ട് വിളിച്ചിട്ട് കാര്യമില്ല. എത്രയെത്ര ആളുകളാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ പോവാ. ചാവക്കാരങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ജാറങ്ങളുടെ ഒരു പൂരാണ്, മുട്ടിന് മുട്ടേ ജാറങ്ങളുള്ള കേന്ദ്രമാണ് തൃശൂർ. ഇവിടെ മൗലവി സൂചിപ്പിച്ചു അല്ലെ, ആദ്യമായിട്ട് നമ്മുടെ സംഘടന രൂപീകരിച്ചത് തൃശൂർ ജില്ലയില കൊടുങ്ങല്ലൂരാണ്, നമ്മുടെ നാടാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ രൂപത്തിലുള്ള ശിർക്കുകളും കുഫറുകളും കാസർഗോഡ് ജില്ലയിൽ, തൃശൂർ ജില്ലയിൽ ഇങ്ങനെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. മരണപ്പെട്ടു പോയ ആളുകൾ അവർ സാലിഹീങ്ങളാണ് എന്ന് ഇവർ തന്നെ തീരുമാനിക്കുകയാണ്, ഇവർ ഔലിയാക്കന്മാരാണ് എന്ന് ഇവർ തന്നെ തീരുമാനിക്കുകയാണ്.
ഇവർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇവർ തന്റെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഖബർ കെട്ടിപ്പൊക്കുന്നു. ഒരിക്കലും ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥനയായിരുന്നു, അല്ലാഹ് എന്റെ ഖബറിനെ നീ ആരാധിക്കുന്ന കേന്ദ്രമാക്കല്ല അല്ലാഹ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, ഒരു ചാണിൽ പൊന്തി നിൽക്കുന്ന ഖബറുകളെല്ലാം തട്ടിനിരപ്പാക്കാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കൽപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിലൂടെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബർ കെട്ടിപ്പൊക്ക, അവിടെ വിളക്ക് കത്തിക്ക, അതുപോലെ തന്നെ അവിടെ നമ്മുടെ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി അവിടെ സിയാറത്ത് നടത്തുക, അല്ലെ? സിയാറത്ത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് അത് വിലക്കിയിട്ടുണ്ട്. കാരണം ഈ കൊടിയ കുഫറും ശിർക്കും ഒക്കെ വരുന്നത് കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷേ പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബർ നിങ്ങൾ സന്ദർശിച്ചോ, ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്തോ. എന്തിനു വേണ്ടിയാണ്? ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, ചോദിക്കാൻ വേണ്ടിയല്ല, തന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയല്ല, തന്റെ ആഗ്രഹങ്ങൾ പിന്നെ അവരോട് പറയുവാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാ? നിനക്ക് മരണചിന്തയുണ്ടാകാൻ വേണ്ടി, അതുപോലെ തന്നെ ഖബറിനെ കുറിച്ചുള്ള ചിന്തയും പരലോകത്തെ കുറിച്ചുള്ള ചിന്തയും ഉണ്ടാകാൻ. ഖബർ നിങ്ങൾ സന്ദർശിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും അധിക സമയം നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ്, പ്രാർത്ഥനകൾ കഴിഞ്ഞ്, നമ്മുടെ ചിന്തകൾ കഴിഞ്ഞ് ആ ഖബറും വിട്ട് നമ്മൾ പോരണം. അതാണ് ഇസ്ലാം. അധിക സമയമൊന്നും നമ്മൾ അവിടെ ചെലവഴിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാം. എന്നാൽ ഇതിനപ്പുറം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്തിനാണ് ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവര് തീരുമാനിച്ചു വെച്ച വലിയുണ്ടല്ലോ, ഇവര് തീരുമാനിച്ചു വെച്ച ശൈഖുണ്ടല്ലോ. അങ്ങനെ പറയാനുള്ള കാരണം അതിന് കൃത്യമായി തെളിവൊന്നും ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തീരുമാനിക്കാണ്, ഇത് ശൈഖാണ്, ഇത് വലിയാണ്, സ്വന്തം തീരുമാനങ്ങളാണ്. അങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ട് പിന്നെ മരിച്ചാൽ ഖബറിലേക്ക് വെച്ചാൽ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാൽ അവിടെ വിളക്ക് കത്തിക്കുന്നു, അവിടെ സിമെന്റ് തേക്കുന്നു, ആ ഖബർ കെട്ടിപ്പൊക്കുന്നു. തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ അവിടെ ഒഴുകുകയാണ്. എത്ര ജാരങ്ങളാ ഈ രൂപത്തിൽ കെട്ടിപ്പൊക്കിയ ഖബറുകളാ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് മക്കളില്ല തങ്ങളെ, അതുപോലെ തന്നെ കടങ്ങളുണ്ട് തങ്ങളെ, അതുപോലെ തന്നെ പരീക്ഷയാണ് തങ്ങളെ, ശൈഖേ എളുപ്പമാക്കി തരണേ, മക്കളെ തരണേ. ഓച്ചിറയിലേക്ക് ആളുകൾ ഒഴുകിപ്പോവുകയാണ്. തിരുവനന്തപുരം ഓച്ചിറയിലാണ്. ഓച്ചിറ ഉപ്പൂപ്പയോട് ചോദിച്ചാൽ മക്കളെ കിട്ടും. ഓച്ചിറ ഉപ്പൂപ്പയോട് ചോദിച്ചാൽ, ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ മക്കളെ കിട്ടും. അല്ലെ? വിശ്വാസങ്ങളാണ് ഇതെല്ലാം. മുസ്ലിം ഉമ്മത്ത് പോയിട്ടുണ്ട്, മക്കളില്ലാതെ ജീവിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. ഒരുപാട് വിളിച്ചു നോക്കി, മക്കളെ കിട്ടുന്നില്ല. അവൻ മനസ്സിലാക്കിയില്ല മനുഷ്യന്റെ ജീവിതം പരീക്ഷണമാണ് എന്ന് അവൻ മനസ്സിലാക്കിയില്ല. അവസാനം ഒരുത്തൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഓച്ചിറയിൽ ഒരു ഉപ്പൂപ്പയുണ്ട്, ആ ഉപ്പൂപ്പയുടെ അടുക്കലേക്ക് പോയി തന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, ആ ഉപ്പൂപ്പ ജീവിച്ചിരിപ്പില്ലട്ടോ, ആ ഉപ്പൂപ്പ ജീവിച്ചിരിപ്പില്ല, ഖബറില്ല. ആ ഉപ്പൂപ്പയോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന വിശ്വാസം പറഞ്ഞു കൊടുക്കൂ. ഗുരുവായൂരപ്പന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ കുട്ടിയെ കിട്ടുമെന്ന വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നു. ഓച്ചിറയിലേക്ക് പോകുന്നു, ഗുരുവായൂരപ്പന്റെ അടുക്കലേക്ക് പോകുന്നു. ഇതൊക്കെ മുസ്ലിം ഉമ്മത്താ. ഗുരുവായൂർ പോകുന്നതും ഓച്ചിറയിലേക്ക് പോകുന്നതും എന്താഗ്രഹം? ഒരു കുട്ടിയെ കിട്ടണം. ഓച്ചിറയിലേക്ക് പോയപ്പോഴും ഉപ്പൂപ്പയോട് പറഞ്ഞപ്പോഴും കുട്ടിയെ കിട്ടി. അതുപോലെ തന്നെയാണ് ഗുരുവായൂരപ്പനോട് പറഞ്ഞപ്പോഴും കുട്ടിയെ കിട്ടി. അതെങ്ങനെ കിട്ടിയത്? അല്ലാഹുവിനോട് പറഞ്ഞപ്പോ കിട്ടിയില്ല. എന്താ സംഭവം? ഖുർആൻ പഠിപ്പിച്ചത്, അവൻ തിരിഞ്ഞ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിച്ചു വിട്ടു. അല്ലാഹുവിന്റെ മാർഗം വിട്ടവൻ പോയി. അല്ലാഹുവിന്റെ വഴി വിട്ടവൻ പോയപ്പോ, അല്ലാഹുവിന്റെ തൗഹീദിനെ അവൻ വിട്ടപ്പോ, അവൻ ശിർക്കിലേക്ക് പോയപ്പോ, അവൻ കുഫറിലേക്ക് പോയപ്പോ, യുവല്ലിഹി മാ തവല്ലാ, അവൻ പോയ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിച്ചു വിട്ടു. നീ എപ്പോഴും കുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ ചിന്ത എന്താ? ഓച്ചിറയിൽ ഉപ്പൂപ്പയോട് പറഞ്ഞാൽ മതി, ഗുരുവായൂരപ്പനോട് പറഞ്ഞാൽ മതി. അവന്റെ വിശ്വാസം അങ്ങനെയായി പോയി. ഈ രൂപത്തിൽ ഖബറിൽ വന്നിട്ട് ആളുകളോട് തന്റെ പ്രയാസങ്ങൾ പറയുന്നു, തന്റെ ആഗ്രഹങ്ങൾ പറയുന്നു.
പ്രിയമുള്ള സഹോദരങ്ങളെ, ശിർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും, അവരെ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇത് കേട്ടാൽ തന്നെ മസ്തജാബൂ ലക്കും, ലോകത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നവൻ ലോകത്തൊരാളുമില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഉ, ഇനി ആരെങ്കിലും കേട്ടാൽ തന്നെ. ഇവിടെ നിന്ന് നമ്മൾ പറയാണ്, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണേ അല്ലാഹ്, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് അല്ലാഹുവേ നീ എനിക്ക് മോചനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്, ഞങ്ങളുടെ രോഗങ്ങൾക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവരും കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. നമ്മൾ മാത്രമല്ല, ഇവിടെ മലക്കുകളുണ്ട്, നമ്മുടെ ഇരു തോളിലും മലക്കുകളുണ്ട്, നമ്മുടെ കൂടെ കരീനുകളുണ്ട്, നമ്മുടെ കൂടെ ജിന്നുകളുണ്ട്. ഈ മലക്കും ജിന്നും എല്ലാം കേട്ടിട്ടുണ്ട്. വഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ, നിന്റെ പ്രാർത്ഥന നീ ആരെങ്കിലും കേട്ടാൽ തന്നെ മസ്തജാബൂ ലക്കും, ഒരുത്തനും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മൾ അവതരിപ്പിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. ഇനിയുള്ള ആയത്തുകൾ ആ രൂപത്തിലുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് കൊണ്ട് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഒരുത്തൻ വിശ്വസിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മുദബ്ബിറായിട്ട് ശൈഖ് മടവൂരുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ശൈഖ് മടവൂരി ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്ന് വിശ്വസിച്ചാൽ അത് കൊടിയ ശിർക്കാണ്. കാരണം എന്താ? ഈ ലോകത്തിന്റെ മുദബ്ബിർ രാജാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹുവിന് പുറമെ മുദബ്ബിറായിട്ട് ലോകത്തൊരാളും തന്നെ ഇല്ല. അങ്ങനെ മുദബ്ബിറായ ആളുകൾ, ഇലാഹുകളായ ആളുകൾ, അല്ലാഹുവിന് പുറമെയുള്ള ഇലാഹുകളെ സ്വീകരിച്ചിട്ട് അത്തരം ആളുകളെ മരണത്തിനു ശേഷം അവരുടെ ഖബറിൽ വന്നിട്ടോ വരാതെയോ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അവരോട് ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. അത് കുഫറും കൂടിയാണ്. ശിർക്ക് മാത്രമല്ല, അത് കുഫറും കൂടിയാണ്. അതോടുകൂടി അവൻ കാഫിറായി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖബറിൽ കിടക്കുന്നവനോട്, മരിച്ചുപോയവരോട് നീ ചോദിക്കണ്ട, ചോദിച്ചിട്ട് കാര്യമില്ല, നിന്റെ ചോദ്യം അവർ കേൾക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ട് ഈ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകൾക്കപ്പുറം ഉള്ള വിശ്വാസം നമ്മൾ സ്വീകരിച്ചാൽ അതാണ് കുഫർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുഫറിലേക്കല്ല നമ്മൾ പോകേണ്ടത്. തൗഹീദ് ഉൾക്കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതം പരീക്ഷണമാണ്. എല്ലാ കാര്യങ്ങളും A to Z അല്ലാഹുവിനെ അനുസരിച്ച് അല്ലാഹുവിന് മാത്രം നൽകി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ കുഫറും ശിർക്കും ഒക്കെ നമ്മളിലേക്ക് വരുന്നത്? അവിടെയാണ് നമ്മുടെ സൂറത്ത് ഹജ്ജിലെ പഠനങ്ങൾ. എന്തുകൊണ്ട് ഈ ശിർക്കും കുഫറും എല്ലാം നമ്മളിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്തല്ലോ. നമ്മുടെ വഴികളിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. നിങ്ങൾ നൽകിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ച് കളയുന്ന പണ്ഡിത പുരോഹിതന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശ്വാസികളെ, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ നിങ്ങൾ കരുതണമെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് സൂറത്ത് ഹജ്ജിലെ 8-ാമത്തെ ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, പിശാചിന്റെ കൂട്ടാളികളാണവർ.
അവർ നിങ്ങളെ ദലാലത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, അവർ നിങ്ങളെ കുഫറിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, അവർ നിങ്ങളെ ബിദ്അത്തുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അവരുടെ ആ ക്ഷണത്തിൽ നിങ്ങൾ കുടുങ്ങി പോകരുത് എന്നതാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് ഈ ആയത്തിന് തഫ്സീർ നൽകിയത്. അവരുടെ പ്രത്യേകതയാണ് പറഞ്ഞത്, അവർ തന്റെ കഴുത്തിനെ തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന് അഹങ്കാരം കൊണ്ട് സത്യത്തിൽ നിന്ന് സത്യത്തെ നിരാകരിക്കുക. അഹങ്കാരം കൊണ്ട് സത്യത്തെ നിരാകരിക്കുന്ന ആളുകളുടെ ഒരു കിനായത്ത്, ഒരു ഉപമയാണെന്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴുത്ത്, നമ്മുടെ ഈ പിരടി ഉണ്ടല്ലോ, അത് അഹങ്കാരത്തോടു കൂടി തിരിക്കാം. സത്യം കേട്ടാൽ അത് സ്വീകരിക്കാത്ത അവസ്ഥ, സത്യം കേട്ടാൽ അത് ഉൾക്കൊള്ളാത്ത അവസ്ഥ. അങ്ങനെയുള്ള പണ്ഡിത പുരോഹിതന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവരെ നമ്മൾ കരുതണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സത്യത്തിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോയി സ്വയം നാലും മുതലുമാകാം, സ്വയം പിഴച്ചുപോയി ആളുകളെ പിഴപ്പിക്കുക. ഇതാരുടെ പണിയാ? ഇതാരുടെ പണിയാ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, വലിയ ആലിമാണ് ശൈത്താൻ. വലിയ ആലിമായിരുന്നു ശൈത്താൻ, മലക്കുകളുടെ കൂടെയായിരുന്നു. അതുകൊണ്ടാണ് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ചില ആൾക്കാർക്ക് സംശയമുണ്ട്, മലക്കുകളോടല്ലേ ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? ശൈത്താനിനോടല്ലല്ലോ. ശൈത്താന് സുജൂദ് ചെയ്യാത്തതിന്റെ പിന്നെ അവിടെ എന്താ പ്രശ്നമുള്ളത്? ശൈത്താനിനോടല്ല, ശൈത്താൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടല്ലേ പറഞ്ഞത്? മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഒന്നാമത്തെ കാഫിർ പഠിച്ചു വെച്ചോ. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു വെച്ചോ. അതിന്റെ വിശദീകരണം വിശാലമായിട്ട് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ നമ്മൾ നിന്ദിച്ചാൽ, അതിനെ നമ്മൾ നിഷേധിച്ചാൽ, അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞൊരു കാര്യത്തെ നമ്മൾ നിഷേധിച്ചാൽ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞൊരു കാര്യത്തെ നമ്മൾ നിഷേധിച്ചാൽ, അതാണ് കാഫിർ, അതാണ് കുഫർ. അങ്ങനെ കുഫർ ചെയ്യുന്നവനാണ് കാഫിർ. ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമ്പോ, മലക്കുകളോട് കൽപ്പിക്കുമ്പോ, ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഈ സാക്ഷാൽ ശൈത്താനുമുണ്ട്. തീ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ശൈത്താനും അവരുടെ കൂടെയുണ്ട്. അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു, റുകൂഅ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, അല്ലാഹു പറഞ്ഞത് മുഴുവൻ അനുസരിക്കുന്നു. വലിയ ആലിമാണ് ശൈത്താൻ. പക്ഷെ എന്ത് സംഭവിച്ചു പോയി? അഹങ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അല്ലാഹു മറ്റൊരു അധ്യായത്തിലൂടെ പറയുന്നുണ്ടല്ലോ, ഇത് അമർത്തുക, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോ. പിശാചേ, ഇത് അമർത്തുക, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോ. ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോ ഇത് അമർത്തുക. അതിൽ നിന്ന് മനസ്സിലായി ആ കൽപ്പന പിശാചിനും കൂടെ ബാധകമാണ്. നീ എന്തുകൊണ്ട് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തില്ല? പിശാചിന്റെ മറുപടി, അല്ലാ, ഞാൻ ഒരിക്കലും ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ നീ പടച്ചത് തീയിൽ നിന്നും, ആദമിനെ നീ പടച്ചത് മണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് അല്ലാ, ഞാൻ ഒരിക്കലും ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോ അതോടുകൂടി അവൻ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയി, സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടു. അല്ലാഹുവിന്റെ കാരുണ്യമായ സ്വർഗം എന്നേക്കുമായി അവന് നിഷിദ്ധമാക്കപ്പെട്ടു. മുസ്ലിം ഉമ്മത്ത് വിശ്വാസികൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിപ്പായിപ്പിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അല്ലാ, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാ, എന്തൊരു നന്മയുടെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിച്ചാലും ഈ പ്രാർത്ഥന നമ്മുടെ നാവിലുണ്ടാകണം. കാരണം അവൻ നമ്മുടെ വലത് ഭാഗത്തിലൂടെ വരും. QHLS വരുമ്പോ അവൻ നമ്മൾ പരമാവധി പരിശ്രമിക്കും, പിന്നിൽ നിന്ന് വലിക്കും, പോകണ്ട പോകണ്ട എന്ന് പറയും, കേൾക്കണ്ട കേൾക്കണ്ട എന്ന് പറയും.
ഇനി ഇവിടെ വന്നിരുന്നാലോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് നമ്മളോട് പറയും. കേൾക്കണ്ട കേൾക്കണ്ട എന്ന് നമ്മളോട് നമ്മൾ മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് നന്മയിലേക്ക് നമ്മൾ പ്രവേശിച്ചാലും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഇത് മുസ്ലിം ഉമ്മത്ത് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ ശൈത്താന് സംഭവിച്ചത്? അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതെന്നല്ലോ. അൽ കിബറു ബഖറുൽ ഹഖ് വഗംതുൻ നാസ്. കിബർ അത് ലോകത്ത് സംഭവിച്ച ഒന്നാമത്തെ തിന്മയാണ്. അത് സംഭവിച്ചത് സാക്ഷാൽ ശൈത്താനിലാണ് അത് സംഭവിച്ചത്. എന്താണ് കിബർ? റസൂൽ പഠിപ്പിച്ചു സത്യത്തെ നിരാകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് കേൾക്കുമ്പോ തന്റെ കഴുത്തിനെ തിരിച്ചു കളയാം. ഇതൊരു കിനായത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു. സത്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയാം. അത് കേൾക്കാത്തവനെ പോലെ നടക്കുക. അതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാം, സ്വർഗമറിയാം, നരകമറിയാം, മലക്കുകളെ അറിയാം, ജീവിതം അറിയാം. എല്ലാം അറിഞ്ഞിട്ട് പോലും ഇതാ ശൈത്താൻ പിഴവിലേക്ക് പോകുന്നു, സത്യത്തെ നിരാകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ കൽപ്പനയോട് നീരസം കാണിക്കുന്നു, അതിനോട് വിമുഖത കാണിക്കുന്നു. എത്രയെത്ര ആയത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് ആയത്തുകൾ പരിശോധിച്ചാൽ കഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഫീ മൂസാ ഇദ അർസൽനാഹു ഇലാ ഫിർഔന ബിസുൽത്താനിൻ മുബീൻ ഫതവല്ലാ ബിറുക്നി ഫഖാല സാഹിറുൻ ഔ മജ്നൂൻ. സൂറത്തുൽ ദാരിയാത്തിലെ 38-39 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനിന്റെ അടുക്കലേക്ക് നിയോഗിക്കുകയാണ്. ആരാണ് ഫിറഔൻ? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈ ലോകത്തിന്റെ റബ്ബ്. അപ്പൊ ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് വാദിച്ചവർ ഇത് ഇന്നുണ്ടായ വാദങ്ങളല്ല. ലോകത്തിന്റെ റബ്ബും മുദബ്ബിറും ഖാലിഖും അത് ശൈഖ് മടവൂരാണ്, അതല്ലെങ്കിൽ മൊയ്തീൻ ശൈഖാണ്. ഈ വാദങ്ങളൊന്നും ഇന്നുണ്ടായതല്ല. ഇതിനു മുമ്പും പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അന റബ്ബുക്കുമുൽ അഅലാ, ഞാനാണ് ഈ ലോകത്തിന്റെ റബ്ബ് എന്ന് വാദിച്ച ഫിറഔൻ. ആ ഫിറഔനിന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ്. മൂസാ നബിയോട് ഫിറഔൻ ചോദിക്കുന്നു ഫമൻ റബ്ബുകുമാ യാ മൂസാ, ഫമൻ റബ്ബുകുമാ യാ മൂസാ, ആരാണ് നിങ്ങൾ രണ്ടുപേരുടെ റബ്ബ്? ആരാ രണ്ടുപേര്? സഹോദരൻ ഹാറൂനും കൂടെയുണ്ട്. ആ ഹാറൂനെയും കൂട്ടിയിട്ടാ പോയിട്ടുള്ളത്. ഫിറഔനിന്റെ ചോദ്യം ഫമൻ റബ്ബുകുമാ യാ മൂസാ, നിങ്ങൾ രണ്ടുപേരുടെ റബ്ബ് ആരാണ് മൂസാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ, ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുത്തവനാണ് റബ്ബ്. അവനാണ് യഥാർത്ഥ റബ്ബ്. അവനെയാണ് നമ്മൾ കീഴ്പ്പെടേണ്ടത്, അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തപ്പോ ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായ തെളിവുകളുമായിട്ടാണ് പോയത്. ഫതവല്ലാ ബിറുക്നി ഫഖാല സാഹിറുൻ ഔ മജ്നൂൻ. ഫിറഔൻ തന്റെ പിരടിയെ തിരിച്ചോ, തന്റെ കഴുത്തിനെ തിരിച്ചോ, സത്യത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു ഈ മൂസയുണ്ടല്ലോ എന്തോ മായാജാല വിദ്യക്കാരനാണ്, അതല്ലെങ്കിൽ എന്തോ ഭ്രാന്തനാണ്, എന്തോ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന റബ്ബുക്കുമുൽ അഅലാ, ഞാനാണ് ഈ ലോകത്തിന്റെ റബ്ബ് എന്നവൻ വീണ്ടും വാദിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ചരിത്രം നീണ്ട വിശദീകരണമുള്ള ചരിത്രമാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിക്കുകയാണ്. ഇതാണ് അഹങ്കരിച്ചാലുള്ള ശിക്ഷയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ലഹു ഫിദ്ദുനിയാ ഖിസ്യുൻ, ലഹു ഫിദ്ദുനിയാ ഖിസ്യുൻ,
ഈ വചനത്തെ കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ ആയത്തുണ്ടല്ലോ നിസ്സാര വിഷയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്, നിസ്സാര ആയത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഇത് അത്ഭുതകരമായ ഒരു ആയത്താണ്. ഏതുപോലെ? സൂറത്ത് മസദ് പോലെ. സൂറത്ത് മസദ് പോലെ. എന്താ സൂറത്ത് മസദിന്റെ പ്രത്യേകത? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. ഈ അബൂ ലഹബ് റസൂലുള്ളാഹിന്റെ എളാപ്പ ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്യുന്നു? ജീവിച്ചിരിക്കുമ്പോ തന്നെ സൂറത്തുൽ മസദ് അവതരിക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കുക. തമാശക്കെങ്ങാനും പിന്നെ അബൂ ലഹബ് പറയാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തമാശക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഖുർആന്റെ അവസ്ഥ എന്താ? ഖുർആൻ പറഞ്ഞത് പൊള്ളയില്ലേ? ഖുർആൻ പറഞ്ഞത് പൊള്ളയില്ലേ? അബൂ ലഹബ് ജീവിച്ചിരിക്കുമ്പോഴാ ഈ അധ്യായം ഇറങ്ങുന്നത്. സൂറത്ത് മസദ്, സൂറത്ത് ലഹബ് ഇറങ്ങുന്നത് അബൂ ലഹബ് ജീവിച്ചിരിക്കുന്ന സമയത്താ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഅ്ജിസത്ത്. തമാശക്ക് പോലും പറയില്ല എന്ന് അബൂ ലഹബിനെ സൃഷ്ടിച്ചവനറിയാം. പറയൂല എന്ന് ഈ അബൂ ലഹബിനെ നിയന്ത്രിക്കുന്നവൻക്കറിയാം. പറയൂല എന്ന് അബൂ ലഹബിന്റെ മനസ്സ് നിയന്ത്രിക്കുന്നവൻക്കറിയാം. അതുകൊണ്ടാണ് അബൂ ലഹബ് ജീവിച്ചിരിക്കുമ്പോ തന്നെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധ്യായം ഇറക്കിയത്, ആയത്തിറക്കിയത്. ഇതുപോലെയുള്ള ഒരു അത്ഭുതകരമായ ഒരു ആയത്താണ് ഈ ആയത്ത്. അല്ലാഹുവിന്റെ ആയത്തിൽ നിന്ന് തന്റെ പിരടിയെ തിരിച്ചവരാരോ, പിന്തിരിഞ്ഞു പോയവരാരോ, അവർക്ക് പരലോകത്ത് മാത്രമല്ല എല്ലാവർക്കും, ഈ പ്രവർത്തനം ചെയ്തവർക്ക് മുഴുവൻ ദുനിയാവിൽ ശിക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനിനെ പിടികൂടുകയാണ്. ചെങ്കടലിൽ വെച്ച് ഫിറഔനിനെ പിടികൂടുകയാണ്. ഇതാ മറുകരയിലേക്ക് മൂസാ നബിക്കും അനുയായികൾക്കും വേണ്ടുന്ന വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുകയാണ്. ആറ്റിരുമ്പുന്ന ചെങ്കടലിന്റെ മുമ്പിലെത്തിയപ്പോ മൂസാ നബിയോട് അനുയായികൾ പറഞ്ഞു, മൂസാ, നമ്മൾ പെട്ടത് തന്നെ, നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. മുന്നിലേക്ക് പോയാൽ ആർത്തിരുമ്പുന്ന സമുദ്രം, പിന്നിലേക്ക് തിരിഞ്ഞാൽ ഫറോവയുടെ ആളുകൾ നമ്മളെ നശിപ്പിക്കാൻ വരുന്നു, ആയുധങ്ങളുമായിട്ട് വരുന്നു. എന്ത് ചെയ്യും മൂസാ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഈമാൻ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില്ലിട്ട് സൂക്ഷിക്കേണ്ട ഈമാൻ. ഒരു വിശ്വാസിയുണ്ടല്ലോ, ഒരു വിശ്വാസിനിയുണ്ടല്ലോ, ഒരിക്കലും പതറുകയില്ല, ഒരിക്കലും ദുഃഖിക്കുകയില്ല, ഒരു വേദനയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം ഈ പ്രയാസം എനിക്ക് നൽകിയത് എന്റെ റബ്ബാണ്, എന്റെ പരീക്ഷണത്തിന് വേണ്ടിയാണ് എന്നവൻ മനസ്സിലാവുകയാണ്. ഇതാ മൂസാ നബിയുടെ പ്രഖ്യാപനം. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. അഥവാ എന്നെ പ്രവാചകനായി സെലക്ട് ചെയ്ത് ഫിറൗനിന്റെ അടുക്കലേക്ക് നിയോഗിച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ കൽപ്പനപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. എന്റെ റബ്ബ് എന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. ആടുമാടുകളെ മേക്കാൻ വേണ്ടി, ആടുകളെ ആട്ടുവാൻ വേണ്ടി, ഇലകൾ പറിച്ചു കൊടുക്കാൻ വേണ്ടി ഇതാ ഒരു വടി ഉപയോഗിച്ചിരുന്നു. ആദ്യം ആ മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസാ, ആ വടി നീ ഒന്ന് നിലത്തിടൂ. ആ പാമ്പ്, അത് വടി പാമ്പായി മാറുന്നു. അതിനു മുമ്പ് ആ വടി പാമ്പാകുമെന്ന് മൂസാ നബിക്ക് അറിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ വടി കൊണ്ട് നീ ചെങ്കടലിൽ അടിക്കൂ മൂസാ. ചെങ്കടലിൽ അടിച്ചപ്പോ പിന്നെ രണ്ട് ഭാഗത്തേക്ക് ആ കടല് മാറി നിൽക്കുകയാണ്. അതിന്റെ നടുവിലൂടെ മൂസാ നബിയും അനുയായികളും നടന്നു പോകുന്നു. ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ മുക്കിക്കൊല്ലുമ്പോ ഫിറഔൻ വിളിച്ചു പറയുന്നു, അമന്തു ബി റബ്ബി മൂസാ വ ഹാറൂൻ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ സമയത്ത് തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ട. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നത കൊടുക്കും. ലഹു ഫിദ് ദുനിയാ ഖുസിയുൻ, തീർച്ചയായിട്ടും ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നത കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഫറോവയുടെ ജീവിതത്തിലൂടെ വളരെ കൃത്യമായി ചരിത്രങ്ങൾ വെച്ച് നമ്മളെ പഠിപ്പിച്ചു തന്നു. ഇത് മാത്രമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ, ഒട്ടനവധി ആയത്തുകളുണ്ട്. വഖാല തആല സൂറത്തുൽ നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ. കാഫിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് മുനാഫിക്കുകൾ, ഇരട്ടമുഖത്തിന്റെ ആളുകൾ. അവർ കാഫിറുകളാ, അവർ മുസ്ലിങ്ങളായിട്ട് അഭിനയിക്കുകയാണ്, മുഅ്മിനീങ്ങളുടെ കൂടെ നടക്കുകയാണ്. അവരുടെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അത്തരം വളരെ അപകടകാരികളായ ആളുകളാണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിഫാഖുള്ള ആളുകളെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അവർ മരിച്ചാൽ അവരുടെ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല, അവരുടെ ഖബറിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹുവിന്റെ കലാമ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ മുനാഫിഖിന്റെ അവസ്ഥയാണ് സൂറത്തുൽ നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂൽ, ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് മുനാഫിഖുകളോട് പറഞ്ഞാൽ റഅയ്ത, നിനക്ക് കാണാൻ നബിയെ, അൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ, തന്റെ പിരടിയെ തിരിച്ചു കളയുന്നതായിട്ട് നിനക്ക് കാണാം, പുറംതിരിഞ്ഞു പോകുന്നതായിട്ട് നിനക്ക് കാണാം. ഫൈദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദനൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അല്ലാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആരെല്ലാം അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്നുവോ, ആരെല്ലാം അതിനെ അവഗണിക്കുന്നുവോ, ചെവിന്റെ ഉള്ളിൽ എന്തോ ആപ്പ് വെച്ച് മൂടിയതുപോലെ ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന വിചാരത്താൽ അതിൽ നിന്ന് ആരെല്ലാം പിന്തിരിഞ്ഞു പോയിട്ടുണ്ടോ അവർക്കെല്ലാം വേദനാജനകമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ ആയത്തിൽ നിന്ന് തിരിഞ്ഞു പോകുക, അത് ശൈത്താനിൽ നിന്ന് തുടങ്ങി ഫിറഔനിന്റെ ജീവിതം കാഴ്ചവെച്ചു. ഇതുപോലെ ഒരുപാട് അഹങ്കാരികൾ, ധിക്കാരികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ സമൂഹത്തിലും അത്തരത്തിലുള്ള ആളുകളുണ്ട്. ദലാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവർ, കുഫറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവർ. അവരുടെ പിഴവിൽ നമ്മൾ പെട്ടുപോകരുത് എന്നതാണ് ഈ ആയത്തിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രക്ക് അല്ലാഹുവിന്റെ കലാമ പഠിച്ചിട്ടും ഇന്നും ചില വിശ്വാസങ്ങൾ നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്താണോ പറയുന്നത് അത് മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ, വേറൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല. ആയത്തും കേൾക്കണ്ട, ഹദീസും കേൾക്കണ്ട. ഇത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചല്ല കേട്ടോ, ഇത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചതല്ല. ഇത് പിൽക്കാലക്കാരായ പിന്നീട് കടന്നു വന്നിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ആളുകളെ ദലാലത്തിലേക്ക്, കുഫ്റിലേക്ക്, ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശ്വാസികളെ, ചില പണ്ഡിതന്മാരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്, നിങ്ങളെ കുഫ്റിലേക്ക് കൊണ്ടുപോകുന്നവരെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. കണ്ണടച്ചാരെയും വിശ്വസിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകിയത്. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരാണ് ഈ തഖ്ലീദ് നമ്മളിലേക്ക് കൊണ്ടുവന്നത്. തഖ്ലീദ് ഇസ്ലാമിലില്ല. എത്ര പണ്ഡിതന്മാർ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ശ്രദ്ധിച്ചു കേട്ടോ പ്രിയമുള്ളവരെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. കുൻ ഫിൽ ജാനിബിൽ ലദീ ഫീഹി ഔ ഫീഹി അല്ലാഹു വ റസൂലുഹു വഇൻ കാന അന്നാസു കുല്ലുഹും ഫീ ജാനിബിൽ ആഖർ. തന്റെ ഫവായിദിൽ പറയുകയാണ്, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ വാക്കുകയാണ്, ഒരു ഭാഗത്ത് ഇതാ ലോകത്തുള്ള സകല മനുഷ്യന്മാരും ഒരു ഭാഗത്തുണ്ട്, ലോകത്ത് സകല മനുഷ്യന്മാരും ഒരു ഭാഗത്തുണ്ട്, എന്നാൽ മറുഭാഗത്ത് അല്ലാഹു റസൂലുമുണ്ട്, വേറെ ആരുമില്ല.
ഒരു ഭാഗത്ത് അല്ലാഹുണ്ട്, റസൂലുണ്ട്, അല്ലാഹു പഠിപ്പിച്ച ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, മുത്തനബി പഠിപ്പിച്ച നിലപാടുകളുണ്ട്. മറുഭാഗത്ത് ഈ രൂപത്തിലുള്ള ദലാലത്തുകളുണ്ട്. ഈ ദലാലത്തിന്റെ പിന്നാലെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നീ തീർച്ചയായിട്ടും അല്ലാഹു റസൂലും ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്താണ് നീ നിൽക്കേണ്ടത്, സത്യത്തിന്റെ കൂടെയാണ് നീ നിൽക്കേണ്ടത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിച്ചു. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തന്നെ തഖ്രീദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പഠിപ്പിച്ച ആശയാദർശങ്ങളാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതെന്താണെന്ന് അറിയുമോ? ഇദാ വജത്തും റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നതൻ ഫത്തബിഊഹാ വലാ തൽതഫിതു ഇലാ ഖൗലി അഹദിൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കണ്ടാൽ ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞോ. വേറൊരാളുടെയും വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ പാടില്ല, വേറൊരാളുടെ വാക്കിലേക്ക് നിങ്ങൾ തിരിയാൻ പാടില്ല. തന്റെ ഹിലിയത്തുൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിലാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അടുത്തത് കേട്ടോ, ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, ഇന്ന തഖ്ലീദ ലം യുഹദസ് ഇല്ലാ ബഅദ ഇൻഖിറാദിൽ ഖൈറിൽ ഖുറൂൻ ثم الذين يلونهم ثم الذين يلونهم. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഏറ്റവും ഉത്തമ തലമുറയുണ്ടല്ലോ, ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. ഏറ്റവും ഉത്തമരായ ശ്രേഷ്ഠരായ ആളുകൾ എന്നെ കൂടെ ജീവിച്ച സ്വഹാബത്താണ്. അത് കഴിഞ്ഞാൽ താബീങ്ങളാണ്, അത് കഴിഞ്ഞാൽ തബൂ താബീങ്ങളാണ്. പിന്നീട് ഇങ്ങനെ എന്ത് ചെയ്യും? ക്വാളിറ്റി കുറഞ്ഞിങ്ങനെ വരും അല്ലെ? അവസാന നാളാകുമ്പോൾ വെള്ളപ്പാച്ചലിൽ ഒഴുകി വരുന്ന ചീഞ്ഞളിഞ്ഞ ചണ്ടികളെ പോലെ ഉപകാരമില്ലാത്ത മുസ്ലിം ഉമ്മത്തായി മാറുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാ ഇമാം ഷൗക്കാനി റഹ്മഹുല്ലാഹ് പഠിപ്പിക്കുന്നു, ഈ ഉത്തമ തലമുറയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സഹാബത്തുണ്ടല്ലോ, താബീങ്ങളുണ്ടല്ലോ, തബൂ താബീങ്ങളുണ്ടല്ലോ, ഇവരാരും തഖ്ലീദ് ചെയ്തിട്ടില്ല. ഇവരാരിലും ഒരു പണ്ഡിതനെ, ഏതെങ്കിലും ഒരു സഹാബിയെ, ഏതെങ്കിലും ഒരു താബിഈനെ, ഏതെങ്കിലും ഒരു വലിയനെ മാത്രം അന്ധമായി പിൻപറ്റുക. ചില തരീഖത്തുകാരുണ്ട് നമ്മുടെ നാട്ടില്, ചില തരീഖത്ത് വാദങ്ങളുണ്ട്. ഒരുപാട് തരീഖത്തുകളുടെ കൂട്ടത്തിൽ ഒരു തരീഖത്ത് വാദമാണ് മുറബ്ബിയായ ഒരു ശൈഖ് നമുക്ക് വേണം. മുറബ്ബിയായ ശൈഖ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തിനാ മുറബ്ബിയായ ശൈഖ്? എന്തിനാ മുറബ്ബിയായ ഒരു ശൈഖ്? അല്ലാഹുവിന്റെ സ്ഥാനത്ത് വെക്കാൻ സുബ്ഹാനല്ലാഹ്. ഈ മുറബ്ബിയായ ശൈഖ് ഏതു ദലാലത്തിലേക്ക് വിളിച്ചാലും നമ്മൾ പോകണം, എവിടേക്ക് ക്ഷണിച്ചാലും നമ്മൾ പോകണം. അല്ലാഹുവിലേക്ക് വരാനല്ല പറയുന്നത്, റസൂലുള്ളാഹിയിലേക്ക് വരാനല്ല പറയുന്നത്. ഈ പണ്ഡിതന്മാർ നമ്മളെ പിഴവിലേക്ക് കൊണ്ടുപോകുന്നത് പ്രിയമുള്ളവരെ ഈ തഖ്ലീദിലൂടെയാണ്. പ്രസിദ്ധരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഉത്തമ തലമുറയിൽ ഒന്നും ഈ തഖ്ലീദ് ഇല്ലട്ടോ. അവരെല്ലാം അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചു, അല്ലാഹുവിന്റെ ഹബീബിനനുസരിച്ച് ജീവിച്ചു. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് വീണ്ടും പഠിപ്പിക്കുകയാണ്, വഇന്ന ഹാദിഹിൽ മദാഹിബ ഇന്നമാ ഹദസ അവാമ മുഖല്ലിദതി ലിഅൻഫുസിഹിം മിൻ ദൂനി അൻ യഅദന ബിഹാ ഇമാം മിനൽ അയിമ്മത്തിൽ ഉമ്മ. മദ്ഹബുകൾ ഇന്ന് കാണുന്ന രീതിയിലുണ്ടല്ലോ, ഈ കാണുന്ന രീതിയിൽ ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ് ഇതൊന്നും രൂപീകരിച്ചത് ഇമാമുമാരല്ല. ഈ ഇമാമുമാരല്ല രൂപീകരിച്ചത്. പിൽക്കാലത്ത് ഏതോ ഈ രൂപത്തിലുള്ള ജനങ്ങളെ പിഴവിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. ഇങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കൂട്ടരെ. തഖ്ലീദ് ഇസ്ലാമല്ല, തഖ്ലീദ് പാടില്ല. തെളിവുകൾ ഒഴിവാക്കിയിട്ട്, ഖുർആൻ ഒഴിവാക്കിയിട്ട്, സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതനെ നമ്മൾ ഫോളോ ചെയ്യുക, അതാണ് തഖ്ലീദ്. അത് ഇസ്ലാമല്ല എന്ന് പുനഃപ്രസിദ്ധരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ മഹാനായ പണ്ഡിതൻ മുത്തനബി വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. മുത്തനബി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. മുത്തനബി അല്ല കേട്ടോ, മുത്തനബി അല്ല, മുത്തനബി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം നല്ലൊരു കവിയാണ്. അദ്ദേഹം പറയുകയാണ്, യാ റബ്ബ മഖ്ഫൂഇൽ ഖതാ ഇൻദ ഖൗമി طريق نجاة عندهم مشتون هج عند قومي طريق نجاة عندهم مشتون هج
കം മിൻ ഉഖൂലിൻ ഖാദഹൽ ജുഹൂൽ മഅസൂറാ വലന്നതിൽ ദുൽമതി നൂറൻ വൽ ബാതില ദീനാ. വളരെ അർത്ഥസമ്പൂർണമായ ചിന്തിക്കേണ്ട വഴികളാണ്. അല്ലയോ റബ്ബേ, അല്ലയോ റബ്ബേ, മഖ്ഫൂഇൽ ഖതാ ഇൻദ ഖൗമി. എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര മനുഷ്യന്മാരാണ് ഇതാ ചില മനുഷ്യന്മാരുടെ പാദപതനങ്ങളെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ആള് ഈ മുറബ്ബിയായ ശൈഖ് എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ഞാൻ ജീവിക്കൂ. ആ മനുഷ്യൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിക്കാൻ ഇവൻ തയ്യാറാണ്. നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അത് നിസ്കരിക്കാതിരിക്കാനും ഇവൻ തയ്യാറാണ്. ഏതെങ്കിലും കുഫ്ർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കുഫ്ർ ചെയ്യാൻ തയ്യാറാണ്. ഏതെങ്കിലും ബിദ്അത്തുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം പറയുകയാണ്, വയാ റബ്ബ് മഖ്ഫൂഇൽ ഖതാ ഇൻദ ഖൗമി. അല്ലാഹുവേ, എത്രയെത്ര ജനങ്ങളാണ് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ പാദപതനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത്. ശരിയായ മാർഗദർശനം അല്ലാഹുവിന്റെ തെളിഞ്ഞ വഴി മുന്നിൽ കിടക്കുമ്പോ അഥവാ അല്ലാഹുവിന്റെ കലാം ഉണ്ടായിരിക്കെ, റസൂലുള്ളാഹിന്റെ ഹബീബിന്റെ സുന്നത്ത് ഉണ്ടായിരിക്കെ, റസൂലുള്ളാഹിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ, അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ പാദപതനങ്ങളെ പിൻപറ്റുന്ന ഈ രൂപത്തിൽ തഖ്ലീദ് ചെയ്യുന്ന എത്രയെത്ര ആളുകളാണ് റബ്ബേ എന്ന് വളരെ ഖേദത്തോടുകൂടിയാണ് മുത്തനബി എന്ന പണ്ഡിതൻ ഈ രൂപത്തിലുള്ള കവിതകൾ പാടിയത്. ഇതിന്റെ ശറഹിൽ നമുക്ക് കാണാം, സമ്മിന്നോ ഖൂലിൻ താദഹൽ ജഹ്ലു മഅസൂറാ വലന്നതിൽ ദുൽമത നൂറൻ വബാതില ദീനാ. എത്രയെത്ര ബുദ്ധിയുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരെയാണ് ഈ പണ്ഡിതന്മാരുണ്ടല്ലോ സ്വലാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കൂടെ പറയുകയാണ്, മുദബ്ബിറായ അല്ലാഹു മാത്രമാണ് എന്ന് അല്ലാഹുവിന്റെ ദീൻ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹു മാത്രമല്ല, ശൈഖ് മടവൂർ മുദബ്ബിറാണ്. അതുപോലെ തന്നെ മൊയ്തീൻ ശൈഖിനോട് എന്തും ചോദിച്ചോ, മൊയ്തീൻ ശൈഖിനോട് എന്തും പറഞ്ഞോ, എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുമ്പോ മൊയ്തീൻ ശൈഖ് പഠിപ്പിച്ചതല്ല ഇത്. കാരണം മൊയ്തീൻ ശൈഖ് മുവഹിദായിരുന്നു, തൗഹീദിന് വേണ്ടി ജീവിച്ചവനായിരുന്നു, തൗഹീദ് പഠിപ്പിച്ചവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, വഫീ ഖൽബിക കമ്മിലാ. മനുഷ്യ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എത്രയെത്ര ഇലാഹുകളാണോ, എത്രയെത്ര ഇലാഹുകളാണല്ലോ. അല്ലാഹുവിന് പുറമെ നീ എത്രയെത്ര ഇലാഹുകളെയാണ് നീ ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അഥവാ നിന്റെ ആപൽഘട്ടങ്ങളിൽ, നിന്റെ പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹുവിന് പുറമെ നീ ആരെയെല്ലാം അവലംബിക്കുന്നുണ്ടോ, നീ ആരെയെല്ലാം ആശ്രയിക്കുന്നുണ്ടോ, അതെല്ലാം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കള്ള ഇലാഹുകളാ. ഈ ഇലാഹുകളെ സൂക്ഷിച്ചു വെച്ചിട്ട് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നിന്റെ ആപൽഘട്ടങ്ങളിൽ അല്ലാഹുവിന് പുറമെ ശൈഖ് മടവൂരെ കാക്കണേ, മൊയ്തീൻ ശൈഖേ കാക്കണേ എന്ന് നീ ഈ ഇലാഹുകളെല്ലാം ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നതോ എന്ന് ചോദിച്ച മഹാനാണ് മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇമാം ഷൗക്കാനി പറഞ്ഞല്ലോ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് പിന്നെ ചില ആളുകൾ ഈ രൂപത്തിലുള്ള പിഴവിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരാണ് ജനങ്ങൾക്ക് ഈ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തത്. എന്ത് ആവശ്യങ്ങളും നിങ്ങൾ മൊയ്തീൻ ശൈഖിനോട് പറഞ്ഞോ, ദ്വലാലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ പിഴവിൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കുടുങ്ങിപ്പോയി. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. കമ്മിൻ ഉഖൂലിൻ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, കമ്മിൻ ഉഖൂലിൻ ഖാദഹൽ ജഹ്ലു മഅസൂറാ വലന്നതിൽ ദുൽമത നൂറൻ വൽ ബാതില ദീനാ. പിഴവിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന ഈ പണ്ഡിതന്മാരുണ്ടല്ലോ, അവര് ദുലാലത്തിന്, അവർ ദുൽമിനെ നൂറാക്കി മാറ്റുകയാണ്. ദുൽമിനെ, അക്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അരുത് എന്ന് പറഞ്ഞ അക്രമമുണ്ടല്ലോ, അതിനെ നൂറാക്കി കാണിച്ചു കൊടുക്കുന്നു. ബാത്തിലായ കാര്യങ്ങള് ഇതാണ് ദീന്. സുബൈക്ക് കുനൂത്ത് ഓതിക്കോ, അതാണ് കുനൂത്തിന് ദീന്. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം 10 വട്ടം ദിക്ർ ചൊല്ലിക്കോ, അതാണ് ദീന്. കൂട്ടപ്രാർത്ഥന നടത്തിക്കോ, അതാണ് ദീന് എന്ന് ഈ വലാലത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നു. ബിദ്അത്തുകളെ ദീനായി പഠിപ്പിച്ചു കൊടുക്കുമ്പോ ബുദ്ധിയുള്ള എത്രയെത്ര ആളുകളാണ് ഈ പണ്ഡിതന്മാരുടെ പിളവിൽ കുടുങ്ങി പോകുന്നത്. സത്യമല്ലേ? സത്യമല്ലേ കൂട്ടരെ? ബുദ്ധിയില്ലേ? നമുക്ക് ചിന്തിക്കാനില്ലേ? നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ സമ്പന്നരാ, ഇസ്സത്തുള്ളവരാ. ഇത്തരം ദലാലത്തിൽ കുടുങ്ങിപ്പോകരുത്. നമ്മൾ ഈ ബുദ്ധി അല്ലാഹുവിന്റെ ഹിദായത്ത് തെരഞ്ഞെടുക്കാൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സമയം ഇപ്പൊ തന്നെ അധികരിച്ചു പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട്. എന്റെ സംശയം, ഇങ്ങനെ പോയാ സൂറത്ത് ഹജ്ജ് കഴിയോ എന്നവരെ എനിക്ക് സംശയമുണ്ട്. അത്രയും അധികം നമുക്ക് വിശദീകരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാൻ, സത്യം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മളെ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തന്ന് നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദമ്മിർ അഅദാഅക അഅദാഅ الدين. اللهم انصر اخوان المسلمين في كل مكان. اللهم انصر اخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قولوا قولي هذا واستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.